ഇപ്പൊ ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ പല ആൾക്കാർക്കുള്ള ഒരു ഡൗട്ടാണ് എപ്പോഴാണ് ഇമാം മഹദി വരിക, അല്ലെങ്കിൽ ഇമാം മഹദി വരാൻ സമയമായി. കാരണം നിമിത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലോകാവസാനത്തോടനുബന്ധിച്ച് മുസ്ലിങ്ങളൊക്കെ ആക്രമിക്കപ്പെടുന്ന സമയത്ത് അതിൽ നിന്നൊരു വിമോചകനായിട്ട് ഇമാം മഹദി വരും. അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്നായിരിക്കും, അതുപോലെ അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പേര് അബ്ദുള്ള എന്നായിരിക്കും. അദ്ദേഹം ഹുസൈൻ റളിയല്ലാഹുവിന്റെ സന്താന പരമ്പരയിൽ പെട്ട ഒരാളായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും ആൾക്കാർ ഇമാം മഹദിയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ മുസ്ലിം വേൾഡ് ഈസ് വെയിറ്റിംഗ് ഫോർ ഇമാം മഹദി. കാരണം അത്രയും ഒരുപാട് പ്രശ്നങ്ങൾ മുസ്ലിം ലോകം ഇന്ന് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇറാനും ഇസ്രായേലിലുള്ള യുദ്ധം നിമിത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു യുദ്ധം ഉണ്ടായിട്ട് അതിൽ അറേബ്യൻ രാജ്യങ്ങൾ മുഴുവനും അധികാര സമ്പത്തൊക്കെ നഷ്ടപ്പെട്ട് കെഞ്ചേണ്ട ഒരു അവസ്ഥ വരുമ്പോഴാണ് ഇമാം മഹദി വരുന്നത്. ഒരു പക്ഷേ ഈ യുദ്ധം ആ ഒരു അവസ്ഥയിലേക്കുള്ള തുടക്കമായിരിക്കാം. കാരണം ഇറാൻ തോൽക്കുകയാണെങ്കിൽ അതിന്റെ ഫലമായിട്ട് ഒരുപാട് അറേബ്യൻ രാജ്യങ്ങൾക്ക് പ്രശ്നങ്ങൾ സംഭവിക്കുകയും അവരുടെ അധികാരം അതുപോലെ സമ്പത്തും പ്രതാപമൊക്കെ നഷ്ടപ്പെടാൻ കാരണം അവസാനം ഒരു കെഞ്ചേണ്ട ഒരു അവസ്ഥയാകുമ്പോഴാണ് ഇമാം മഹദി വരിക. ചിലപ്പോൾ ഈ ഒരു യുദ്ധം അതിലേക്കുള്ള സൂചനയായിരിക്കും. കാരണം കഅബ വരെ പൊളിക്കപ്പെടുന്നതാണ് നിബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിബിതങ്ങൾ പറഞ്ഞ് എന്തൊക്കെ ഇന്നുവരെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഇന്നുവരെ സംഭവിച്ചിട്ടേ ഉള്ളൂ. ഇപ്പൊ ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ പല ആൾക്കാർക്കുള്ള ഒരു ഡൗട്ടാണ് എപ്പോഴാണ് ഇമാം മഹദി വരിക, അല്ലെങ്കിൽ ഇമാം മഹദി വരാൻ സമയമായി. കാരണം നിബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലോകാവസാനത്തോടനുബന്ധിച്ച് മുസ്ലിങ്ങളൊക്കെ ആക്രമിക്കപ്പെടുന്ന സമയത്ത് അതിൽ നിന്നൊരു വിമോചകനായിട്ട് ഇമാം മഹദി വരും. അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്നായിരിക്കും, അതുപോലെ അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പേര് അബ്ദുള്ള എന്നായിരിക്കും. അദ്ദേഹം ഹുസൈൻ റളിയല്ലാഹുവിന്റെ സന്താന പരമ്പരയിൽ പെട്ട ഒരാളായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും ആൾക്കാർ ഇമാം മഹദിയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ മുസ്ലിം വേൾഡ് ഈസ് വെയിറ്റിംഗ് ഫോർ ഇമാം മഹദി. കാരണം അത്രയും ഒരുപാട് പ്രശ്നങ്ങൾ മുസ്ലിം ലോകം ഇന്ന് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇറാനും ഇസ്രായേലിലുള്ള യുദ്ധം നിമിത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു യുദ്ധം ഉണ്ടായിട്ട് അതിൽ അറേബ്യൻ രാജ്യങ്ങൾ മുഴുവനും അധികാര സമ്പത്തൊക്കെ നഷ്ടപ്പെട്ട് കെഞ്ചേണ്ട ഒരു അവസ്ഥ വരുമ്പോഴാണ് ഇമാം മഹദി വരുന്നത്. ഒരു പക്ഷേ ഈ യുദ്ധം ആ ഒരു അവസ്ഥയിലേക്കുള്ള തുടക്കമായിരിക്കാം. കാരണം ഇറാൻ തോൽക്കുകയാണെങ്കിൽ അതിന്റെ ഫലമായിട്ട് ഒരുപാട് അറേബ്യൻ രാജ്യങ്ങൾക്ക് പ്രശ്നങ്ങൾ സംഭവിക്കുകയും അവരുടെ അധികാരം അതുപോലെ സമ്പത്തും പ്രതാപമൊക്കെ നഷ്ടപ്പെടാൻ കാരണം അവസാനം ഒരു കെഞ്ചേണ്ട ഒരു അവസ്ഥയാകുമ്പോഴാണ് ഇമാം മഹദി വരിക. ചിലപ്പോൾ ഈ ഒരു യുദ്ധം അതിലേക്കുള്ള സൂചനയായിരിക്കും. കാരണം കഅബ വരെ പൊളിക്കപ്പെടുന്നതാണ് നിബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിബിതങ്ങൾ പറഞ്ഞ് എന്തൊക്കെ ഇന്നുവരെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഇന്നുവരെ സംഭവിച്ചിട്ടേ ഉള്ളൂ.